മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളി വൈദികൻ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം. 8-അംഗ സംഘത്തിനാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ബജരംഗ് ദൾ പ്രവർത്തകരുടെ കടുത്ത ഭീഷണി നേരിട്ടതായി ഫാദർ സുധീർ ജോൺ വില്യംസും ഭാര്യ ജാസ്മിനും 24-നോട് പറഞ്ഞു. വിശ്വാസിയുടെ വീട്ടിൽ നടന്ന പ്രാർത്ഥനയ്ക്കിടെയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ മതപരിവർത്തനം ആരോപിച്ച് ഫാദർ സുധീർ ജോൺ വില്യംസ് അടക്കമുള്ളവരെ തടഞ്ഞുവെച്ചത്. ബനോഡ പോലീസ് എത്തി പിന്നാലെ കസ്റ്റഡിയിലെടുത്തു. സമ്മർദ്ദമേറിയതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മതവികാരം വ്രണപ്പെടുത്തി മതസ്പർദ്ധ ഉണ്ടാക്കും വിധം സംസാരിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. അമരാവതിയിലെ വറൂഡ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഇതൊരു മതപരിവർത്തന സംവിധാനം എന്ന് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ അപലപനീയമായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സംവിധാനമായിരുന്നില്ല. ഇത്രയും ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ ഈ ലേഡീസ് കൂടെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുമെന്നൊരു ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് പോലീസുകാർ തക്ക സമയത്ത് ഇടപെട്ടു. എല്ലാ വർഷവും തന്റെ പിറന്നാൾ ദിവസം വീട്ടിൽ വൈദികരെ വിളിക്കാറുണ്ടെന്നും പ്രാർത്ഥന നടത്താറുണ്ടെന്നും വീട്ടുടമ 24-നോട് പറഞ്ഞു. വിവരം അന്വേഷിക്കാൻ എത്തിയവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി കണക്കിലെടുത്തായിരുന്നു പോലീസ് നടപടി. എല്ലാ തിങ്കളാഴ്ചയും സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. ജനുവരി 13-ന് കേസ് വീണ്ടും പരിഗണിക്കും. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നതുപോലെ മതപരിവർത്തനത്തിന് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഈ സാഹചര്യത്തിലാണ് അമരാവതിയിൽ അടിസ്ഥാനപരമായ തെളിവുകൾ പോലുമില്ലാതെ മലയാളി വൈദികരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അമരാവതിയിലെ വരൂഡ് കോടതിയിൽ നിന്നും ക്യാമറമാൻ വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.